നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനിലേക്ക് നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തോടൊപ്പം ഇറാൻ ഭരണകൂടത്തിലെ ഉന്നതരായ നിരവധി പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ അന്ന് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടവരൊരാൾ അയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനായ മുജ്തബ ഖമേനിയായിരുന്നു. ഈ മുജ്തബ ഖമേനിയെ പിന്നീട് ഇറാനിലെ മറ്റ് നേതാക്കളെല്ലാം കൂടെ ചേർന്ന് തങ്ങളുടെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്ന കാലത്ത് മുജ്തബയെ ഒരു കാരണവശാലും തന്നെ പിൻഗാമിയാക്കരുത് എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി മുജ്തബ ഖമേനിയെ തന്നെ ഈ പദവിയിൽ എത്തിച്ചത് മറ്റാരെങ്കിലും വന്നാൽ അത് പിന്നെ അധികാര തർക്കത്തിലേക്ക് വഴിവെക്കും എന്നുള്ള ഭീതി കൊണ്ടാണ് എന്നും പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ മുജ്തബ ഖമേനിക്ക് ഫെബ്രുവരി 22 നടത്തിയ ആക്രമണത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് പുറത്തു വന്ന വിവരം. ഇയാളുടെ ഒരു കാൽ പൂർണ്ണമായി നഷ്ടപ്പെട്ടതായും വയറിനും കരളിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റതായും അങ്ങനെ എവിടെയോ ചികിത്സയിലാണ് എന്നുമായിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്ന വാർത്ത. എന്നാൽ ഇറാനാകട്ടെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിരുന്നതുമില്ല. ഇറാനിൽ നിന്ന് പലപ്പോഴും മുജ്തബ ഖമേനിയുടെ പ്രസ്താവനകൾ പുറത്തു വരുന്നതല്ലാതെ അദ്ദേഹത്തെ പിന്നീട് ആരും തന്നെ ടെലിവിഷനിലോ മറ്റോ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം റേഡിയോയിലൂടെ കേട്ടിരുന്നതുമില്ല. അപ്പോൾ മുജ്തബ ഖമേനി കോമ സ്റ്റേജിലാണ് എന്ന വാർത്തകൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതേസമയം ഇറാനാകട്ടെ മുജ്തബ ഖമേനി ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും പ്രചാരണം നടത്തിയിരുന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് പെഷസ്കിയാൻ നിരന്തരം സന്ദർശിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അത് മുജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. തങ്ങൾ കൃത്യമായി സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നെതന്യാഹു വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മുജ്തബ ഖമേനി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഒരു നിലവറയ്ക്കുള്ളിൽ, അതായത് അവരുടെ ഈ രഹസ്യ കേന്ദ്രത്തിനുള്ളിൽ ഭൂമിക്കടിയിലെ നിലവറകൾക്കുള്ളിൽ എവിടെയോ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് എന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്നാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്നോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊന്നും തന്നെ നെതന്യാഹു വെളിപ്പെടുത്തിയില്ല. ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് ഇത് കണ്ടെത്തിയിരിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ, അതായത് അദ്ദേഹം മുസ്തഫ എവിടെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരം അവർക്ക് ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിരിക്കാം എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഈ പ്രസ്താവന. ഒരുപക്ഷേ ഇസ്രായേൽ അടുത്തതായി ലക്ഷ്യമിടാൻ പോകുന്നത് മുസ്തഫയെ തന്നെയായിരിക്കും. അദ്ദേഹം അതീവ ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് സംബന്ധിച്ചും തന്നെ യാതൊരു തരത്തിലുള്ള ആധികാരികമായ സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. മുസ്തഫ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ ഒരുപക്ഷേ ഇസ്രായേൽ അവരുടെ ചാരമാർഗ്ഗങ്ങൾ വഴി ശ്രമിക്കുമെന്ന് കരുതി ഇപ്പോൾ മുസ്തഫയുടെ അടുത്തേക്ക് സന്ദേശങ്ങളായി കടലാസ് എഴുതി കൊടുക്കുകയാണ് പതിവ് എന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതൊന്നും തന്നെ യാതൊരു വ്യക്തതയുമില്ലാത്തതാണ്. കാരണം മുസ്തഫയുടെ ശാരീരിക അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് ആർക്കും തന്നെ അറിയുകയുമില്ല. മാത്രമല്ല നെതന്യാഹു ഒരു പ്രമുഖ അന്തർദേശീയ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഹോർമോസ് കടലിൽ ഇറാന് ഇത്രയധികം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം തങ്ങൾക്കോ അമേരിക്കയോ അറിവില്ലായിരുന്നു എന്നുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റസമ്മതമാണ്. ഇറാന് നേർക്ക് ആക്രമണം നടത്താനെത്തുമ്പോൾ അന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയായിരുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം ഇന്ന് ഇവിടെ ഇപ്പോൾ മെയ് മാസം ആദ്യമായിട്ടും ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. തൽക്കാലം ഇവിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രം. കൂടാതെ ഇതിനിടയിൽ അമേരിക്ക നിരന്തരമായി ഇറാൻ്റെ ബോട്ടുകളും മറ്റും ആക്രമിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അതങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇതിനൊരു അന്ത്യം കുറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഇത് നെതന്യാഹുവിൻ്റെ ഒരു കുറ്റസമ്മതമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. യാഥാർത്ഥ്യം തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഇത്രയും സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ള കാര്യം തങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല എന്നുള്ളത്. ഏതായാലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഒരു വശത്ത് തുടരുമ്പോഴും പല കാര്യങ്ങളിലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിയോജിപ്പുകളും തുടരുക തന്നെയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നെതന്യാഹു ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തവുമല്ല. അതായത് മുസ്തഫ ഖമേനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് തങ്ങൾക്ക് അറിയാം എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ സ്ഥലം തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇസ്രായേൽ ആ സ്ഥലം ഇയാൾ എവിടെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാം എന്ന് തന്നെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ ഇസ്രായേൽ അടുത്തതായി ലക്ഷ്യമിടുന്നത് ഈ മുസ്തഫ ഖമേനിയെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. യുദ്ധം ഇങ്ങനെ അവസാനമില്ലാതെ നീണ്ടുപോകുമ്പോൾ ഇറാനിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും ഇല്ലാതാക്കുക, അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് അവർ വീണ്ടും അടുക്കുകയാണോ എന്നാണ് ഈ വെളിപ്പെടുത്തലിൽ നിന്ന് സ്വാഭാവികമായും നമ്മളിപ്പോഴും സംശയിക്കേണ്ടത്.